മക്കളെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പെർഫെക്റ്റ് ടൈം ടേബിൾ ഉണ്ടാക്കാനും മൈൻഡ് മാപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ പ്രസൻറ്റേഷനാണ്. ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗുഡ് പേപ്പർ പ്രസൻറ്റേഷൻ. അപ്പം പേപ്പർ പ്രസൻറ്റേഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ, ഇത് നമ്മുടെ ആൻസർ ഷീറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇപ്പം പാർട്ട് എ യൂഷ്വലി വൺ വേഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒന്നിൻ്റെ ചോദ്യം ഒന്നൊന്ന് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ആൻസർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർജിൻ ഉണ്ടോ എന്ന് നോക്കണം. മാർജിൻ ഇല്ലെങ്കിൽ നമ്മൾ പെൻസിൽ വെച്ച് എന്ത് ചെയ്യണം? മാർജിൻ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കണം. ഇനി ഒന്നിൻ്റെ ഉത്തരം അറിയത്തില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, നോ വെറി. അറിയത്തില്ലെങ്കിൽ അത് അവിടെ സ്ഥലം വിടുക. ഇനി ഒറ്റൊരു ലൈൻ, ഇപ്പം ലൈൻ വരച്ചതാണെങ്കിൽ ലൈൻ വിട്ടിട്ട് വേണം രണ്ടാമത്തെ ഉത്തരം എഴുതാൻ. രണ്ടും അറിയത്തില്ലെങ്കിൽ അവിടെ വിടുക. ഇനി 3 എഴുതുക, 4 എഴുതുക. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പാർട്ട് ബി ആണെങ്കിൽ ഇവിടോട്ടൊരു ക്രോസ് ലൈൻ വരയ്ക്കുക. അപ്പോൾ പാർട്ട് എ ഇവിടെ സെക്യൂറായി. ഇനി നമ്മൾ പാർട്ട് ബി ആണ് എഴുതാൻ പോകുന്നത്. പാർട്ട് ബിന്ന് എന്ത് ചെയ്യണം? നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കണം, ഒരു ഹെഡിങ് പാർട്ട് ബി എന്ന് കൊടുക്കണം. പാർട്ട് ബി വരുമ്പോഴത്തേക്ക് അവിടെ യൂഷ്വലി എന്ത് വരാറുണ്ട്? സബ് ഡിവിഷൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം പാർട്ട് ബിയിൽ എ ക്വസ്റ്റ്യൻ കാണും, ബി ക്വസ്റ്റ്യൻ കാണും. അപ്പം എയും ബി എന്ത് ചെയ്യണം? അകത്ത് നല്ല വൃത്തിയായിട്ട് എടുത്ത് എഴുതി വെക്കണം. എയുടെ ഉത്തരം ഒരു 1 വേഡ് ആയിരിക്കും, ബിയുടെ ഉത്തരം കുറച്ച് 2 സെൻറ്റൻസ് ഒക്കെ എഴുതാൻ കാണുമായിരിക്കും. അങ്ങനെയായിരിക്കണം നമ്മൾ പാർട്ട് ബി എഴുതേണ്ടത്. ഇനി പാർട്ട് സിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ, 2 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് ബിറ്റ്വീൻ ഏതെങ്കിലും 2 കാര്യങ്ങൾ തമ്മിൽ ചോദിച്ചാൽ ഇങ്ങനെ ഒരു ഡയഗ്രം ഒക്കെ വരച്ച് അതിനെ നല്ല വൃത്തിയായിട്ട് വിഷ്വലൈസ് ചെയ്ത് എന്ത് ചെയ്യണം? ആ നോക്കുന്ന ടീച്ചർമാർ അത്രമാത്രം നമ്മുടെ പേപ്പറിനെ എന്ത് ചെയ്യണം? കാണുമ്പോൾ തന്നെ അവർക്കൊരു സന്തോഷം തോന്നണം. ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ഈ പാർട്ട് സിയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് പെർഫെക്ഷൻ അറ്റ് പീക്ക് ലെവലായിരിക്കണം, പ്രസൻറ്റേഷൻ അറ്റ് പീക്ക് ആയിരിക്കണം. എങ്ങനെ എഴുതണം? ഇങ്ങനെ 2 കാര്യങ്ങളുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇമ്പോർട്ടൻറ്റ് ലൈൻസ് എല്ലാം ഇത് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കണക്കൊക്കെ ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ ഇപ്പം പൈ ഈക്വൽ ടു ആർ സ്ക്വയർ, പൈ ആർ സ്ക്വയർ, അത് നമ്മുടെ ഇക്വേഷൻസ്, ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ, ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് കാണുന്ന രീതിയിൽ, പെട്ടെന്ന് ആ പേപ്പർ നോക്കുന്ന ടീച്ചർ പെട്ടെന്ന് കാണുന്ന രീതിയിൽ ഇങ്ങനെ കോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ഡിസൈനൊക്കെ വെച്ച് ഇത് ചെയ്യുക. ഇനി നമ്മളൊരു എസ് എ ഒക്കെ എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം? മാർജിൻ വരയ്ക്കണം. വലിയൊരു ഹെഡിങ് വേണം എസ് എക്ക്. അത് കഴിഞ്ഞ് വിട്ട് 3 പാരഗ്രാഫൊക്കെ വേണമായിരിക്കും. അപ്പം വിട്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഡിസൈൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ. കഴിവതും സ്പേസ് വിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ. മക്കളെ, ഇനി നിങ്ങൾക്ക് ഒന്നാമത്തെ ചോദ്യം അറിയത്തില്ലെന്ന് വിചാരിക്കുക, 2ഉം അറിയത്തില്ലെന്ന് വിചാരിക്കുക, 3ഉം അറിയത്തില്ലെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉത്തരം അത് ആ ചോദ്യപേപ്പറിനകത്ത് കാണത്തില്ലേ? അതിൽ പിടിച്ച് അങ്ങ് കയറണം. പക്ഷേ നമ്മൾ അങ്ങനെ എഴുതാൻ നേരത്ത് നമ്മൾ കൂടുതൽ സമയം എന്ത് ചെയ്യും? നമ്മൾക്ക് അറിയാവുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ എന്ത് ചെയ്യും? നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും ചെയ്യല്. സമയം അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസേഴ്സ് ഒക്കെ എഴുതാൻ വേണ്ടി. മക്കളെ, ഇനി നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? എല്ലാ ചോദ്യത്തിനും എന്ത് ചെയ്യണം? ഉത്തരം എഴുതാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രമിക്കണം. ഇൻ കേസ് നമ്മളുടെ ഭാഗ്യം കാരണം ഏതെങ്കിലും ചോദ്യം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ സ്കോർ എന്ത് ചെയ്യും? നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യണം? മാക്സിമം അറ്റൻഡ് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടിപ്സും, പേപ്പർ പ്രസൻറ്റേഷൻ ടിപ്സും, നമ്മുടെ സ്റ്റഡി ടൈം ടേബിളും മൈൻഡ് മാപ്പും എല്ലാം ഒന്ന് നിങ്ങൾ ഈ പരീക്ഷയ്ക്കൊന്ന് പ്രയോഗിച്ച് നോക്കിക്കേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇൻ്റർവെല്ല് നിങ്ങളുടെ കൂടെയുണ്ട്.